ചില വിശദാംശങ്ങൾ കൂടി മണ്ഡലം തിരിച്ച് ഒന്ന് നോക്കാം. സിബി കൂടി ചേരുകയാണ്. സിബി, ഇപ്പോൾ വിഷ്ണു പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശ്രദ്ധ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി നേതാക്കൾ പിന്നിലാണ്, അരവിന്ദ് കെജ്രിവാൾ അടക്കം പിന്നിലാണ്. അപ്പോൾ ആ പ്രത്യേകതയുള്ള ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ, ആ നിലയിലൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളെ ഒന്ന് സൂചിപ്പിക്കാമോ? 10-17 10ഇടത്ത് ആം ആദ്മി പാർട്ടി, 17ഇടത്ത് BJP. സിബി പറയും. തീർച്ചയായും ശരത്ത് അത് തന്നെയാണ്. കാരണം ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് ആം ആദ്മി BJPക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു അതിഷിയും അതുപോലെ അരവിന്ദ് കെജ്രിവാളൊക്കെ പിന്നിലാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടത്. കാരണം പ്രത്യേകിച്ച് ന്യൂഡൽഹിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ മണ്ഡലം. ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ്സിന് ഏകദേശം വോട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ അതിഷിയും അരവിന്ദ് കെജ്രിവാളിനെതിരെയും മത്സരിച്ച ഒരു മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റൽ വോട്ടിൻ്റെ ഒരു ട്രെൻഡ് പോകുന്നത് തീർച്ചയായും ആ രീതിക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു എക്സിറ്റ് പോളിനെ ശരിവെക്കുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ BJPക്ക് ഒരു മുൻതൂക്കം അകലം ആം ആദ്മി പാർട്ടിക്കും BJPക്കും ഇടയിലുള്ള ലീഡിൻ്റെ ആ അകലം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി 10 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളിടത്ത് തന്നെ ഏതാണ്ട് നിൽക്കുകയാണ്. പക്ഷേ BJP ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട് എന്ന് കാണാം. നോക്കൂ, 17 നിന്ന് 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുകയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആം ആദ്മി പാർട്ടി 10ഇടത്ത് മാത്രം ലീഡ് ചെയ്യുന്നു. 10-20 നേരെ ഇരട്ടിയായിട്ടുണ്ട്. കോൺഗ്രസ് 1 നിന്ന് 2 ആയിട്ടുണ്ട്. BJPയുടെ ലീഡ് സീറ്റുകളുടെ കാര്യത്തിൽ കൂടി വരുന്നുണ്ട്. സിബി, BJP ലീഡ് ഇപ്പോൾ 20ലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ 21 ആയിരിക്കുന്നു BJP ലീഡ്. ആം ആദ്മി 10, കോൺഗ്രസ് 2 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ലീഡ് നില. എന്തായാലും ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ EVM കൂടി എണ്ണി തുടങ്ങിയിട്ടുണ്ട്. കാരണം 8-15 ശേഷം EVM കൂടി എണ്ണാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നിപ്പോൾ രാവിലെ നിർദ്ദേശം നൽകിയിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീരുന്നതിന് മുറയ്ക്ക് തന്നെ എണ്ണാം എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും EVM കൂടി എണ്ണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആ ഒരു ഫലസൂചന എല്ലാം ലഭ്യമാവുന്നത് BJPക്ക് മുൻതൂക്കം എന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ആയാലും മനീഷ് സിസോദിയ ആയാലും അതുപോലെ തന്നെ അതിഷിയാണ് എല്ലാം തന്നെയും പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. സന്ദീപ് ദീക്ഷിതും പിന്നിലാണ്, കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിതും പിന്നിലാണ്. സിബി, തീർച്ചയായും ഇപ്പോൾ സന്ദീപ് ദീക്ഷിതും പിന്നിലാണ്. അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. അതോടൊപ്പം തന്നെ സന്ദീപ് ദീക്ഷിത് പിന്നിലാണ്. അവിടെ പർവേസ് സാഹിബ് സിംഗ് ആണ് അവിടെ മുന്നിൽ പോകുന്നത്. അതോടൊപ്പം തന്നെ സൗരവ് ഭരദ്വാജ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ലീഡ് ചെയ്യുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ലീഡ് ചെയ്യുന്ന ഏക നേതാവ് സൗരവ് ഭരദ്വാജാണ്. അദ്ദേഹം അവിടെ മന്ത്രി കൂടിയായിരുന്നു. സൗരവ് ഭരദ്വാജ് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള ഇത് നോക്കുമ്പോൾ ഇപ്പോഴും അതിഷി പിന്നിൽ തന്നെ. അതിഷിയും അതോടൊപ്പം തന്നെ അൽഖലാമയും തമ്മിലുള്ള ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇപ്പോൾ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഞാൻ വിഷ്ണുവിലേക്കും അതുപോലെ സിബിയിലേക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളൊക്കെ ന്യൂഡൽഹിയിലാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലങ്ങളിലൊക്കെ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് തന്ത്രം, BJPയുടെ മിഡിൽ ക്ലാസ് തന്ത്രം ഏച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ തപാൽ വോട്ടിൽ തന്നെ കെജ്രിവാളൊക്കെ പിന്നിൽ പോകുന്ന നില വന്നു. ഈ നഗര കേന്ദ്രങ്ങൾ വിട്ടുള്ള ധാരാളം ചേരി പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ദില്ലിയുടെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു ട്രെൻഡ് എവിടെയൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ 13 മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ആ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവത്തെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിഷ്ണു, സിബിയും അതുകൂടി ഒന്ന് നോക്കൂ. നമുക്ക് അതിവേഗം അതിലേക്ക് കൂടി വരാം. ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ നില വെച്ച് കഴിയുമെങ്കിൽ ഒന്ന് പരിശോധിക്കാം എന്നു മാത്രം. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. രണ്ടുപേരിലേക്ക് ഞാൻ വേഗം വരാം.